بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനൊരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഒരു തൗഫീഖാണ്. രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സദസ്സ് ആകാശബന്ധിതമാണ്. എന്തങ്ങനെ പറഞ്ഞാൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഇവിടെ സംസാരിക്കപ്പെടുന്നത് ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അവതരിപ്പിച്ച വഹിയാകുന്ന ഖുർആനും സുന്നത്തുമാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്, സംസാരിക്കുന്നത്. രണ്ടാമതായി, ആകാശലോകത്തെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ, അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ അവർ സന്നിഹിതരാകും എന്ന് പ്രതീക്ഷിക്കപ്പെടാവുന്ന സദസ്സാണ് ഈ സദസ്സ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ആത്മാർത്ഥമായി റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് എങ്കിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെക്കിടയിൽ നമ്മളെ സ്മരിക്കുന്നു. ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പുകഴ്ത്തി പറയുന്നു. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു സദസ്സ് ആകാശബന്ധിതമാണ്. ഈ ഒരു ഇരുത്തം ഇഖ്ലാസുള്ള, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ ഇരുത്തം കൊണ്ടുണ്ട്. 10ൽ കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പറയാം. എന്നിട്ട് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഒരുപാട് ജോലികൾ, തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീൻ കേൾക്കാൻ, പഠിക്കാൻ ആഗ്രഹിച്ചു വന്ന ആളുകളാണ്. ഇതുകൊണ്ട് എന്താണ് നമുക്കുണ്ടാകുന്ന നേട്ടം? ഒന്നാമത്തെ ഒരു കാര്യം, പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ കൂടിയിരിക്കുന്ന ആളുകൾ അവരെ അള്ളാഹു പുകഴ്ത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നൂർ, അള്ളാഹുവിന്റെ പ്രകാശം അതാഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ വന്നിരിക്കുന്ന ആളുകൾ അവരെ അള്ളാഹു പുകഴ്ത്തിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഫീ ബുയൂത്തിൻ, സൂറത്തു നൂറിൽ കാണാം, ഫീ ബുയൂത്തിൻ അദിന അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. അള്ളാഹുവിന്റെ നൂറുള്ള ഇത്തരം മസ്ജിദുകൾ, ആ മസ്ജിദുകളിൽ അള്ളാഹു അവന്റെ സ്മരണയെ ഉയർത്തപ്പെടാൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഈ മസ്ജിദുകളിൽ രാവിലും വൈകുന്നേരവുമായി അള്ളാഹുവിനെ അവന്റെ അടിമകൾ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാ യഖാഫൂന റബ്ബഹും യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ചില ആളുകൾ, ചില പുരുഷന്മാർ, അവരുടെ കച്ചവടമോ അവരുടെ വിൽപ്പനയോ ഒന്നും തന്നെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവരെ അശ്രദ്ധയിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ നിസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന്
സകാത്ത് നിർവഹിക്കുന്നതിൽ നിന്നൊന്നും അവരുടെ കച്ചവടമോ അവരുടെ ദുനിയാവിന്റെ കാര്യങ്ങളോ ഒന്നും അവർ അശ്രദ്ധയിലാക്കിയിട്ടില്ല. അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അള്ളാഹുവിലേക്കുള്ള വിളിയാളം, അള്ളാഹുവിന്റെ ദിക്റിലേക്കുള്ള ക്ഷണം അവർ കേട്ടുകഴിഞ്ഞാൽ സകല ദുനിയാവിന്റെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് അവർ അള്ളാഹുവിന്റെ മസ്ജിദുകളിലേക്ക് ഓടി വരും, മുന്നിട്ട് വരും. അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. ദുനിയാവിന്റെ ഒരു കാര്യവും അശ്രദ്ധയിലാക്കാതെ അള്ളാഹുവിലേക്ക് മുന്നിട്ട് വരാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അവരെ പ്രേരിപ്പിച്ചത് പരലോകത്തോടുള്ള ഭയമാണ്. കണ്ണുകളും അതുപോലെ തന്നെ കേൾവികളുമെല്ലാം മാറി മറിയുന്ന ഒരു ദിവസം, അതിനെ പേടിച്ചത് കൊണ്ടാണ് ദുനിയാവിന്റെ എല്ലാ തിരക്കുകളും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ നൂറ് പ്രതീക്ഷിച്ച് അവർ പള്ളിയിലേക്ക് വന്നിട്ടുള്ളൂ. അവർക്കുള്ള പ്രതിഫലം എന്താണ്? ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു. അവർ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും. വയസീദഹും മിൻ ഫദ്ലിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ലിൽ നിന്ന് അവർക്ക് അധികരിപ്പിച്ചു കൊടുക്കും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു അവർക്ക് കണക്കില്ലാതെ റിസ്ക് കൊടുക്കും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ റിസ്ക് കൊടുത്തുകൊണ്ടിരിക്കും. നോക്ക്, എത്ര നേട്ടങ്ങളാണ്. ദുനിയാവിന്റെ തിരക്കുകൾ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ പരലോകം പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നതിനു വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്ര നേട്ടങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ല കാര്യങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന് അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹു കണക്കില്ലാതെ അവർക്ക് റിസ്ക് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒറ്റ ആയത്തിൽ തന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അള്ളാഹു അവരെ പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശ്യത്ഹുമുർ റഹ്മ വഹഫത്ഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ കുറച്ച് ആളുകൾ കൂടിയിരിക്കുക, അവർ ഖുർആൻ അത് പാരായണം ചെയ്യണം, ദീനാണ് പഠിക്കുന്നത് എങ്കിൽ അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും. മലക്കുകൾ അവരെ പൊതിയും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ അവരെ പുകഴ്ത്തി പറയുകയും ചെയ്യും. ഹദീസിൽ തന്നെ 4 നേട്ടങ്ങളാണുള്ളത്. കഴിഞ്ഞ ആയത്തിൽ 3 നേട്ടങ്ങളാണ് പറഞ്ഞത്. അതോടൊപ്പം അള്ളാഹു അവരെ പുകഴ്ത്തി പറഞ്ഞു. ഈ ഹദീസിൽ 4 നേട്ടങ്ങളാണ് പറഞ്ഞത്. ഇങ്ങനെ വന്നിരുന്നാലുള്ള 4 നേട്ടങ്ങൾ ഈ ഹദീസിൽ. ഒന്ന് സക്കീനത്താണ്. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം. ഇന്ന് എല്ലാ ആളുകളും അതാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ ആളുകൾ സമാധാനം കണ്ടെത്തി അലയുകയാണ്. എവിടെയാണ് സമാധാനം ഉണ്ടാകുക? ഇവിടെയാണ്. ഇതുപോലെയുള്ള സദസ്സുകളിലാണ് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്ക് അള്ളാഹു നൽകും. അതുപോലെ തന്നെ മലക്കുകൾ അവരെ പൊതിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ നമ്മൾ പുകഴ്ത്തും. എത്ര വലിയ നേട്ടാണിത്. അടുത്തൊരു ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമത്തിൻ ഹിജ്ജതുഹു. ഒരുവൻ പള്ളിയിലേക്ക് നേരത്തെ തന്നെ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? പോകുമ്പോൾ അവന്റെ ഉദ്ദേശം ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഖൈറു പഠിപ്പിക്കണം, അതല്ലെങ്കിൽ ഖൈറു പഠിക്കണം. ഈ രണ്ടേ ഉദ്ദേശം മാത്രമേ അവന് പള്ളിയിലേക്ക് നേരത്തെ പോകുന്നത് കൊണ്ടുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ പരിപൂർണമായി ഹജ്ജ് ചെയ്ത ഒരുവന്റെ പ്രതിഫലമാണ് അവനുള്ളത്. സുബ്ഹാനല്ലാഹ്. ഹജ്ജ് ചെയ്യാൻ ഒരുപാട് യാത്ര അവൻ ചെയ്യേണ്ടതില്ല, ഒരുപാട് ദൂരം അവൻ താണ്ടേണ്ടതില്ല. നിഷ്പ്രയാസം
അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് പഠിക്കാൻ വന്നാൽ അത് ഉദ്ദേശിച്ചു വന്നാൽ അവന് ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ടെന്നാ പറഞ്ഞത്. പഠിക്കാൻ എന്നുള്ള ഉദ്ദേശം, പള്ളിയിലേക്ക് വരൽ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. എന്താണ് ഹജ്ജിന്റെ പ്രതിഫലം? നമുക്കറിയാം, ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജിന്റെ പ്രതിഫലം അത് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് ഒരു നേട്ടാണ്. ഇനി നമ്മളുടെ ഈ കൂടിയിരുത്തം രണ്ട് നിസ്കാരങ്ങൾക്കിടയിലാണ് എങ്കിൽ അതിന്റെ ശ്രേഷ്ഠത അത് വീണ്ടും വർദ്ധിക്കാണ്. പള്ളിയിൽ നമ്മൾ ഒത്തുകൂടുന്നത്, പള്ളിയിൽ നമ്മൾ ഇരിക്കുന്നത്, അതിന്റെ ശ്രേഷ്ഠത വർദ്ധിക്കും. എങ്ങനെയാണ് എങ്കിൽ രണ്ട് നിസ്കാരത്തിന്റെ ഇടയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത് എങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ തطهر الرجل ثم مر الى المسجد يرعى الصلاه كالقانت ويكتب من المصلين من حين يخرج من بيته حتى يرجع. ഒരുവൻ വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിലേക്ക് നടന്നു, എന്നിട്ട് നിസ്കാരം കാത്തിരുന്നാൽ ആ നിസ്കാരം കാത്തിരിക്കുന്ന സമയമത്രയും അവൻ നിസ്കരിക്കുന്നവനെ പോലെയായിരിക്കും. അതുപോലെ തന്നെ അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ അവൻ നിസ്കാരക്കാരോടൊപ്പം അവന്റെ രേഖ അത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. നിസ്കാരം അത് നിർവഹിക്കാൻ വന്നാൽ, ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ അവൻ നിസ്കാരത്തിലായിരിക്കുന്നത് പോലെ ആയിരിക്കും. അവന്റെ രേഖ അവിടെ രേഖപ്പെടുത്തുന്നത് ആ രൂപത്തിലായിരിക്കും. മറ്റൊരു ഹദീസിൽ സ്വലാത്തുൻ അലാ ഇസ്രി സ്വലാത്തി, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്തൊരു നിസ്കാരം അത് നിർവഹിക്കുന്നതിന് വേണ്ടി ഒരുവൻ കാത്തിരുന്നാൽ ലാ ലഗ്വ ബൈനഹുമ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം വരെ കാത്തിരുന്നു, അതിനിടയിൽ അവൻ ഹറാമായ ഒരു കാര്യവും പ്രവർത്തിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല എങ്കിൽ കിതാബുൻ ഫീ ഇല്ലിയീൻ, ഇല്ലിയീനിൽ അവന്റെ രേഖ അത് രേഖപ്പെടുത്തപ്പെടും. ഇല്ലിയീൻ എന്നാൽ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന അള്ളാഹുവിന്റെ അടുത്ത അടിമകൾ അവരെ രേഖപ്പെടുത്തുന്ന ഏടാണത്? ഇല്ലിയീൻ. അതിൽ അവൻ രേഖപ്പെടുത്തപ്പെടുമെന്നുള്ളതാണ്. നോക്കൂ, ഈ ഒരു ഇരുത്തം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇതിന് ഒരുവന് ഭാഗ്യം ലഭിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ ദീൻ അത് കേൾക്കാൻ, അതിനുവേണ്ടി ഒരുമിച്ചു കൂടാൻ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നമുക്ക് തൗഫീഖ് ലഭിക്കപ്പെട്ടാൽ അത് വലിയ തൗഫീഖാണ്, അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. ചില ഹദീസുകളിൽ നിന്നുള്ള പ്രത്യേകം ചില പ്രധാനപ്പെട്ട ശ്രേഷ്ഠതകൾ മാത്രമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അത് തന്നെ 10ൽ കൂടുതൽ നേട്ടങ്ങൾ അതിൽ നമുക്ക് ലഭിക്കാൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ നേട്ടമൊക്കെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇഖ്ലാസുമാണ്. ഇവിടെ വന്നിരിക്കുന്നതിൽ ശുദ്ധമായ കളങ്കല്ലാത്ത നീയത്ത് നമുക്കുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ശ്രേഷ്ഠതകളെല്ലാം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയം അസ്ബാബു സആദത്തിൽ ഉസ്റ, ഒരു സന്തോഷകരമായ ഒരു ഇസ്ലാമിക കുടുംബജീവിതം നയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മസ്ജിദുൻ നബവിയിലെ മുദരിസായ ഈ കാലഘട്ടത്തിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് സുലൈമാൻ ഇബ്നു സലീം അർ-റുഹൈലി ഹഫിദഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ദർസ് അവലംബിച്ചുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് അവന്റെ കുടുംബജീവിതം, അവന്റെ വൈവാഹിക ജീവിതം അത് ഏറ്റവും നല്ല രൂപത്തിൽ സന്തോഷത്തിൽ കൊണ്ടുപോകാനാണ് എല്ലാ ആളുകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ്. അവന്റെ കുടുംബത്തിനെ സന്തോഷത്തിലാക്കാൻ, കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ പല രീതിയിലുള്ള മാർഗങ്ങൾ, വഴികൾ ആളുകൾ സ്വീകരിക്കുന്നു. ചില ആളുകൾ വിചാരിക്കുന്നു, ഒരുപാട് സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ ആ സമ്പത്ത് കൊണ്ട് ഒരുപാട് സൗകര്യങ്ങൾ മക്കൾക്കും ഭാര്യമാർക്കും സ്വന്തം ശരീരത്തിനുമെല്ലാം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ
സമാധാനവും സൗഭാഗ്യവും ലഭിക്കുമെന്ന് ചില ആളുകൾ വിചാരിക്കുന്നു. അങ്ങനെ അവർ അതിന്റെ പിന്നിൽ പോകുന്നു. പക്ഷെ അവർക്ക് സൗഭാഗ്യം, സമാധാനം ജീവിതത്തിൽ ലഭിക്കുന്നില്ല. മറ്റു പല ആളുകളും ആഗ്രഹിക്കുന്നത്, അവർ പരിശ്രമിക്കുന്നത് വീട്ടിൽ എല്ലാ തരത്തിലുള്ള വിനോദങ്ങളും, ആധുനികങ്ങളായ സൗകര്യങ്ങളും വിനോദങ്ങളും അതുപോലെയുള്ള എല്ലാ ചപ്പുചവറുകളും വീട്ടിൽ നിറച്ചു കഴിഞ്ഞാൽ അത് സൗഭാഗ്യമാണ്, അതിലൂടെയാണ് കുടുംബത്തിന് സൗഭാഗ്യവും സന്തോഷവും ലഭിക്കുക എന്ന് ആളുകൾ വിചാരിക്കുന്നു. അവർ അതിന്റെ പിന്നിൽ പോകുന്നു. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യം ലഭിക്കുന്നില്ല. എന്താണ് യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യ ജീവിതം? എങ്ങനെയാണ് ഒരു കുടുംബം നല്ല രൂപത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക? ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൗഭാഗ്യകരമായ സന്തോഷമുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഒരു പിണക്കവും ഒന്നുമില്ലാത്ത ജീവിതം എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കുടുംബമാകുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മനുഷ്യന്മാരുടെ ത്വബീഅത്തിൽപ്പെട്ടതാണ്, അവരെ പ്രകൃതത്തിൽപ്പെട്ടതാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പിണക്കങ്ങൾ ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ. അതെല്ലാ കുടുംബത്തിലും ഉണ്ടാകും. പക്ഷേ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സൗഭാഗ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ആ കുടുംബത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്, ആ കുടുംബത്തിന്റെ അടിസ്ഥാനം അത് സൗഭാഗ്യമാണ്, സന്തോഷമാണ് എന്നുള്ളതാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ രമ്യമായത് പരിഹരിക്കാൻ സാധിക്കും, അവർക്കിടയിലുള്ള ഇടപെടലുകളിൽ എങ്ങനെ അത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും, പ്രശ്നങ്ങൾ ഉണ്ടായാൽ എങ്ങനെ അതിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ സൗഭാഗ്യ ജീവിതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിലെ എല്ലാ ആളുകളും പരസ്പരം സന്തോഷമുള്ള ആളുകളായിരിക്കണം. ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയ്ക്ക് സന്തോഷം ഉണ്ടാകണം, ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിന് സന്തോഷം ഉണ്ടാകണം, മാതാപിതാക്കളെ കാണുമ്പോൾ മക്കൾക്ക് സന്തോഷം ഉണ്ടാകണം. പരസ്പരം വെറുപ്പിലും വിദ്വേഷത്തിലും അകന്നു കഴിയുന്ന ഒരവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാ ആളുകളും അവൻ്റെതായ ലോകത്ത്, അവൻ്റെ മൊബൈൽ ഫോണിലും അവൻ്റെ റൂമിലും അവൻ്റെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട അവൻ്റെ ലോകത്ത്, അങ്ങനെയല്ല. അതല്ല സൗഭാഗ്യ ജീവിതം എന്ന് പറഞ്ഞാൽ. എല്ലാ ആളുകളിൽ നിന്നും പരസ്പരം സന്തോഷിക്കുവാനും കൺകുളിർമ ലഭിക്കുവാനും സാധിക്കണം. അതാണ് സൗഭാഗ്യ ജീവിതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൗഭാഗ്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്, വലിയ അനുഗ്രഹമാണ്. അത് ഒരുവന് ലഭിക്കപ്പെട്ടാൽ അവന്റെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകും, അവൻ നിർഭയത്വത്തിലായിരിക്കും, അവന് സന്തോഷത്തിലായിരിക്കും, അവന്റെ വിഷമങ്ങൾ അതോടുകൂടി നീങ്ങിപ്പോകും. അതുപോലെ തന്നെ അവനോടൊപ്പം ജീവിക്കുന്ന ആളുകൾ അവനിൽ നിന്ന് റാഹത്തിലാവുകയും ചെയ്യും. അവനോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്കും ആ ഒരു റാഹത്തും സമാധാനവും ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അള്ളാഹുവിന്റെ തൗഫീഖാണ്. അതാർക്കാണ് ലഭിക്കുക? അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള ഈമാനുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൗഭാഗ്യ ജീവിതം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൗഭാഗ്യ ജീവിതം നൽകുവാൻ നമ്മൾ എന്തു ചെയ്യണം? എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് ഈ ഒരു സഹായം, ഈ ഒരു അനുഗ്രഹം, ഈ ഒരു തൗഫീഖ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക? അതിന് പണ്ഡിതന്മാർ ഒരുപാട് മേഖലകൾ, ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് വാതിലുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ കുടുംബത്തിൽ പ്രശ്നമാണ് എന്ന് പരാതി പറയാത്ത ആളുകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആളുകളില്ല. എല്ലാ ആളുകൾക്കും പറയാനുള്ളത് തങ്ങളുടെ കുടുംബത്തിലെ വിഷയമാണ്. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പരാതി പറയുന്നു, ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പരാതി പറയുന്നു, മക്കൾ മാതാപിതാക്കളെ കുറിച്ച് പരാതി പറയുന്നു, മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് എല്ലാ സ്ഥലത്തും എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമാണ് എന്നാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന, ദീൻ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന നമ്മൾ എങ്ങനെയാണ് ഒരു സൗഭാഗ്യ ജീവിതം നയിക്കേണ്ടത് എന്നതിനുള്ള കാരണങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തൊരു കാരണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് എല്ലാ റാഹത്തിന്റെയും എല്ലാ സൗഭാഗ്യത്തിന്റെയും എല്ലാ സമാധാനത്തിന്റെയും അടിസ്ഥാനവുമാണ്. ആ ഒരു കാര്യം ഒരുവനിൽ സംഗമിച്ചു കഴിഞ്ഞാൽ അവന് ഒരുപാട് ഖൈറാത്തുകൾ അവന്റെ ജീവിതത്തിലും കുടുംബത്തിലും അനുഭവിക്കാൻ സാധിക്കും. എന്താണത്? ഒന്നാമത്തെ കാര്യം, അൻ നുഹഖിഖ ഫിൽ ഉസ്റതി അലാ തഹ്ഖീഖിൽ ഈമാനി വൽ അമലി സ്വാലിഹ്. നമ്മുടെ കുടുംബത്തിൽ ഈമാൻ അത് യാഥാർത്ഥ്യവൽക്കരിക്കുക. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ, അള്ളാഹു തൃപ്തിപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ, അൽ അമലു സ്വാലിഹ്, അത് നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ തുടങ്ങുക, അത് നമ്മൾ യാഥാർത്ഥ്യവൽക്കരിക്കുക. ഇതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിന്റെ കീഴിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് മടക്കാം. അൽ ഈമാൻ വൽ അമലു സ്വാലിഹ്, ഇതാണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ കുടുംബ ജീവിതം ദീനിന്റെ അടിസ്ഥാനത്തിൽ, ദീനിയായി, ദീനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുടുംബജീവിതം നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ ഈമാനിന്റെ വിഷയം, സൽക്കർമ്മങ്ങളുടെ വിഷയം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിക്കണം, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധന പറയണം, മൻ അമില സാലിഹൻ, ആരാണോ സാലിഹായ അമൽ പ്രവർത്തിക്കുന്നത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, മിൻ ദകരിൻ ഔ ഉൻസ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അങ്ങനെയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഷർത്ത് വെക്കാണ്, നിബന്ധന വെക്കാണ്, ആരാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്താണ് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ? രണ്ട് ഷർത്തുകൾ, രണ്ട് കാര്യങ്ങൾ ഒത്തുവന്നതാണ് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ. ഒന്ന് ഇഖ്ലാസ് ആണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കുക, അൽ മുതാബഅ. ഈ രണ്ട് കാര്യങ്ങൾ ഒത്തുവന്നാൽ ഒരു അമൽ അത് സാലിഹായി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന, അല്ലാഹുവിന് ഇഷ്ടമുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തി ഇഖ്ലാസ് ശ്രദ്ധിച്ച എല്ലാ അമലുകളും സാലിഹായ അമലാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിരിക്കണം, അവന് ഈമാൻ ഉണ്ടായിരിക്കണം. ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന് തൃപ്തിയുള്ള ഏതൊരു കർമ്മമാണോ അത് ആരെങ്കിലും ചെയ്താൽ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അള്ളാഹുവിന്റെ വാഗ്ദാനം തഅക്കീദ് ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. അവനെ നാം ഏറ്റവും വിശിഷ്ടമായ ജീവിതം അവനെ കൊണ്ട് ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ത്വയ്യിബായ, ഏറ്റവും വിശിഷ്ടമായ, അതിലൊരു കളങ്കമോ അതിലൊരു കേടോ ഇല്ല. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ അത്രയും സംശുദ്ധമായ വാക്കാണ്. അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹു ത്വയ്യിബാണ് എന്നാണ്. അപ്പൊ അവൻ അത്രയും ത്വയ്യിബായ, ഏറ്റവും വിശിഷ്ടമായ ജീവിതം അവനെ കൊണ്ട് അള്ളാഹു ജീവിപ്പിക്കും. അവന് നല്ല ജീവിതം അള്ളാഹു കൊടുക്കുന്നല്ല പറഞ്ഞത്, അവനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ജീവിതം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഒരുവന് നല്ല ജീവിതം കൊടുത്താൽ അവന്റെ ജീവിതം മോശമാക്കാൻ ആരാളുള്ളത്? മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു, അള്ളാഹു ഒരുവനെ ഹിദായത്തിലാക്കിയാൽ അവനെ വഴിതെറ്റിക്കുവാൻ ആരുമില്ല. വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു, അള്ളാഹു ഒരുവനെ പഴപ്പിച്ചു കളഞ്ഞാൽ
അവനെ നേർവഴിയിലാക്കാൻ മറ്റാരുമില്ല. അപ്പൊ അള്ളാഹു ആണ് പറയുന്നത്, അള്ളാഹു അവരെ കൊണ്ട് ഏറ്റവും നല്ല ജീവിതം ജീവിപ്പിക്കും. അപ്പൊ അതിനെന്തു വേണം? ഈമാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അൽഅമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം. ഈ രണ്ട് അടിസ്ഥാനത്തിന്റെ കീഴിൽ നമ്മുടെ കുടുംബജീവിതം നമ്മൾ ആരംഭിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഈമാൻ ഉണ്ടായിരിക്കണം. നമുക്ക് ഈമാൻ ഉണ്ടായിരിക്കണം. നമ്മളുടെ ഭാര്യമാർക്ക്, നമ്മളുടെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ മക്കൾക്ക് ഈമാൻ ഉണ്ടായിരിക്കണം. ഈമാൻ ഇല്ല എങ്കിൽ സഹോദരങ്ങളെ ഒരു സമാധാനവും ഒരു റാഹത്തും ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കുകയില്ല. രണ്ടാമത് പറഞ്ഞത് അൽഅമലു സ്വാലിഹ, സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമുള്ളതായിരിക്കണം. നമ്മുടെ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതുപോലെയുള്ളതായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ ഖുറാഫാത്തുകൾ, ബിദ്അത്തുകൾ, ശിർക്കിയാത്തുകൾ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് കുടുംബത്തിൽ സമാധാനവും റാഹത്തുണ്ടായിരിക്കുക? അമലു സ്വാലിഹ് ഉണ്ടായിരിക്കണം, സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഏറ്റവും വലിയ സൽക്കർമ്മം? ഏതാണ്? തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഈ തൗഹീദ് കുടുംബത്തിലും വീട്ടിലും ഇല്ല എങ്കിൽ അവിടെ സമാധാനം ഉണ്ടാകൂല. ഏറ്റവും വലിയ അടിസ്ഥാനം എന്നുള്ളത് ഈമാനും അൽഅമലു സ്വാലിഹുമാണ്. ഇത് ഒരുവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എങ്കിൽ അവന്റെ ഹൃദയം അത് ശാന്തിയിലും സമാധാനത്തിലും ആയിരിക്കും. അവന്റെ വീട്ടുകാർക്കും ആ ഒരു ആശ്വാസം അവനിൽ നിന്ന് ലഭിക്കും. വീട്ടുകാർ അവനെ എന്തെങ്കിലും ദുൽമ് ചെയ്താൽ അതിൽ ക്ഷമിക്കുവാൻ അവന് സാധിക്കും. വീട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും നന്മ ലഭിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹുവിനെ നന്ദി കാണിക്കുവാൻ അവന് സാധിക്കും. അജബൻ ലിഅംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഒരു മുഅ്മിനിന്റെ കാര്യം അത് വളരെ അത്ഭുതമാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യമാകട്ടെ, അതെല്ലാം അവന് ഖൈറാണ്. ഇൻ അസാബത്ഹു സറാഅ ശകർ. സന്തോഷമുള്ള കാര്യങ്ങൾ അവനുണ്ടായിക്കഴിഞ്ഞാൽ അവൻ നന്ദി കാണിക്കും. വൈൻ അസാബത്ഹു ബറാ സബർ. അവന് ദുഃഖമുള്ള കാര്യങ്ങൾ ബാധിച്ചാൽ അവന് നന്ദി കാണിക്കും. ഏതായാലും അവന് ഖൈറാണ്. ഇതൊരു മുഅ്മിൻ അല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. ഈമാൻ ഉണ്ട് എങ്കിൽ ഇനി കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവന് അതിലൊന്നും ഒരു പ്രയാസവും ഉണ്ടായിരിക്കില്ല. അതൊക്കെ അവന് ഖൈറായിരിക്കും. അതാണ് അടിസ്ഥാനപരമായി ഈമാൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഫിൽ ഖൽബി ശഅസുൻ ലാ യുലിമ്മുഹു ഇല്ലൽ ഇഖ്ബാലു അലല്ലാഹ്. നമ്മുടെ ഹൃദയങ്ങളിൽ ചില വിടവുകൾ ഉണ്ടാകും. ആ വിടവുകൾ നികത്തണമെങ്കിൽ അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നുള്ളതല്ലാതെ ഒരു പരിഹാരവും ഇല്ല. വഫീഹി വഹ്ശത്തുൻ. ഹൃദയത്തിൽ ഏകാന്തതയുണ്ടാകും. ലാ യുസീലുഹാ ഇല്ലൽ ഉൻസു ബില്ലാഹ്. അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതല്ലാതെ ആ ഹൃദയത്തിലെ ഏകാന്തത അത് മാറ്റുന്ന മറ്റൊന്നുമില്ല. വഫീഹി ഹുസ്നുൻ. ഹൃദയത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകും. ലാ യുദ്ഹിബുഹു ഇല്ല ശുറൂറു ബിമഅരിഫത്തില്ലാഹ്. ആ ദുഃഖങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും മാറ്റിക്കളയുകയില്ല. വസിദ്ഖു മുആമലതിഹി വഫീഹി ഖലഖുൻ. ഹൃദയത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, വ്യസനങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. ലാ യുസക്കിനുഹു ഇല്ലൽ ഇജ്തിമാഉ അലൈഹി. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കൂടിയിരുത്തങ്ങൾ, ഒരുമിക്കലുകൾ, ഇതല്ലാതെ ഹൃദയത്തിലുള്ള വേദനകൾ, വ്യസനങ്ങൾ അത് മാറ്റുകയില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്തുമാത്രമാണ് പരിഹാരം? അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങളുമായി മുന്നിടുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അതിനുള്ള പരിഹാരമല്ല. വ്യത്യസ്തങ്ങളായ ഹറാമിന്റെ വഴികൾ തേടി അതിലൊക്കെ സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്ന് ആഗ്രഹിച്ച് ആ വഴികൾ സ്വീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങളുമായി അടുക്കുക എന്നുള്ളതല്ലാതെ സമാധാനത്തിനും സന്തോഷത്തിനും വേറൊരു വഴിയുമില്ല. അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നുള്ളതാണ്
എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു തരികയാണ്. അപ്പൊ ദീൻ അതനുസരിച്ച് കുടുംബജീവിതം കൊണ്ടുപോവുക എന്നതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ദീനുള്ള ഇണയെ തിരഞ്ഞെടുക്കുക എന്നത്. അപ്പൊ ദീനിയായി നമ്മുടെ കുടുംബം കൊണ്ടുപോകണം. ഈമാനും അമലു സ്വാലിഹ് എന്ന് പറഞ്ഞത് ദീനാണ്. അപ്പൊ ദീനിയായി കുടുംബം അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദീനുള്ള ഇണകൾ അത് അത്യാവശ്യമാണ്. നമുക്കറിയാം, കുടുംബത്തിന്റെ രണ്ട് നെടുന്തൂണുകൾ എന്ന് പറഞ്ഞാൽ ഇണകളാണ്, ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ മക്കളൊക്കെ അതിന്റെ ഫറഅാണ്, അതിന്റെ ശാഖകളാണ്. ഭാര്യയും ഭർത്താവുമാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന്റെ അസ്ല അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ അടിസ്ഥാനം, ഈ ദീൻ എവിടെ നിന്ന് തുടങ്ങണം? അത് ഇണകളിൽ നിന്ന്, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് ഈ ദീൻ, ഈമാൻ, അൽ അമലു സാലിഹ്, ഇത് അവരിൽ നിന്ന് എന്ത് ചെയ്യണം? ആരംഭിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളോട് എന്ത് പറഞ്ഞത്? മറ്റെല്ലാ കാര്യങ്ങളും പരിഗണിക്കണം, പക്ഷെ അതിനോടൊപ്പം ദീന് കൂടി പരിഗണിക്കണം, ദീനിന് പ്രാമുഖ്യം കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തുൻകഹുൽ മർഅതു ലിഅർബഇ, 4 കാര്യങ്ങൾ അതുകൊണ്ടെല്ലാം സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെട്ടേക്കാം. അവരുടെ ഭംഗി, അവരുടെ തറവാടിത്തം, അതുപോലെ തന്നെ അവരുടെ കുടുംബമഹിമ, അവരുടെ ദീൻ, ഇതുകൊണ്ടൊക്കെ സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടും. എന്നാൽ ഫദ്ഫർ ബിദാത്തി ദീൻ തരിബത് യദാക്, എന്തൊക്കെ തന്നെയായാലും, എന്തൊക്കെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ദീനുള്ളവളെ തെരഞ്ഞെടുക്കുക. കാരണം ദീനുള്ളവളെ തെരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ അവിടെ തുടക്കത്തിൽ തന്നെ പഴച്ചു, സൗഭാഗ്യ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പഴച്ചു. കാരണം എന്താ? അവിടെ ദീനുള്ള കുടുംബം ഉണ്ടാകണമെങ്കിൽ ദീനുള്ള ഇണ ഉണ്ടാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുള്ളവളെ തെരഞ്ഞെടുക്കുവാൻ കൽപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞു, ഇദാ അതാകും മൻ തർദൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ അടുക്കലേക്ക്, പിന്നെ പെൺകുട്ടികളുടെ രക്ഷാധികാരികളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ അടുക്കലേക്ക് ദീനും ഖുലുഖുമുള്ള, നിങ്ങൾക്ക് തൃപ്തിയുള്ള ദീനുള്ള, അതുപോലെ തന്നെ നല്ല സ്വഭാവത്തിന്റെ ഉടമയായ ഒരു ചെറുപ്പക്കാരൻ വന്നാൽ ഫസവ്വിജൂഹു, അവന് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് പ്രശ്നം? ഇല്ലാ തഫ്അലൂഹു തകുൻ ഫിത്നതുൻ ഫിൽ അർദ്. അങ്ങനെ ദീനിന്റെ അടിസ്ഥാനത്തിലല്ല വിവാഹം നടന്നത് എങ്കിൽ അത് ഭൂമിയിലുള്ള ഫിത്നക്കുള്ള കാരണമായേക്കാം. വഫസാദുൻ അരീദ്, വലിയ കുഴപ്പങ്ങൾ അതുമൂലമുണ്ടായേക്കാം. അപ്പൊ നോക്കൂ, കുഴപ്പങ്ങളില്ലാതിരിക്കാൻ, ഫിത്ന ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് എന്താണ്? ദീനുള്ള, നല്ല സ്വഭാവമുള്ള ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞത്. ദീനാണ് സഹോദരങ്ങളെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ദീൻ അത് മാത്രം പരിഗണിക്കുക, മറ്റൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് അവന്റെ താല്പര്യത്തിന്, ഒരു വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ എന്താണ് താല്പര്യങ്ങൾ, അത് ആ താല്പര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിട്ടുണ്ട്, അത് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന ഒരു സ്വഹാബി മദീനയിൽ ഒരു സ്ത്രീയെ വിവാഹം ആലോചിച്ചു. അപ്പൊ ആ വിവാഹമാലോചനയുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അനദർത ഇലൈഹ, നീ ആ പെണ്ണിനെ കണ്ടോ, നീ അവളെ നോക്കിയോ? ഇയാൾ പറഞ്ഞു, ഇല്ല, നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുർ ഇലൈഹ, അവളെ നോക്കണം, അവളെ കാണണം. കാരണം ഫഇന്ന ഫീ അഅ്യുനിൽ അൻസാരി ശൈഉൻ, അൻസാരികളായ സ്ത്രീകൾ, അവരെ കണ്ണിനൊരു കുഴപ്പമുണ്ട്, ചിലപ്പോൾ അത് മുഹാജിറുകളായ ആളുകൾക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ അത് പറ്റിയിട്ടില്ല എങ്കിൽ അവർക്കിടയിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കൂ, ഒരു മനുഷ്യന് ആഗ്രഹിക്കുന്ന, അവന്റെ മനസ്സ് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ, അതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പരിഗണിച്ചിട്ടുണ്ട്. നല്ല രൂപത്തിൽ നോക്കി ഭംഗിയും മറ്റു കാര്യങ്ങളൊക്കെ തൃപ്തിയായാൽ
കല്യാണം കഴിക്കണം. അങ്ങനെ നോക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഇതുപോലെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെ അവരോട് ചോദിച്ചു, നോക്കിയിട്ടുണ്ടോ? അദ്ദേഹം നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കണം, ഉൻദുർ ഇലൈഹ, അവളിലേക്ക് നോക്കണം. കാരണം ഫഇന്നഹു അഹ്റാ അൻ യുഅ്ദമ ബൈനകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കുമിടയിൽ നല്ല രൂപത്തിലുള്ള സ്നേഹബന്ധം അത് നിലനിന്നു പോകാൻ ഏറ്റവും നല്ലത് നല്ല രൂപത്തിൽ കണ്ട് തൃപ്തിയായെങ്കിൽ കല്യാണം കഴിക്കുക എന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നോക്കൂ, മറ്റുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതും പഠിപ്പിച്ചിട്ടുണ്ട്, അതും ശ്രദ്ധിക്കണം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന നൽകേണ്ടത് ദീനിനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം മറ്റെല്ലാ സൗകര്യങ്ങളും ഇല്ല എങ്കിലും ദീൻ അതിന് പകരം നിൽക്കും. പക്ഷെ ദീനില്ല, മറ്റെല്ലാ കാര്യങ്ങളുമുണ്ട്, മറ്റെല്ലാ മേന്മകളുമുണ്ട് എങ്കിൽ ദീനിന് പകരമായി മറ്റൊരു പ്രത്യേകതയും മറ്റൊരു ക്വാളിറ്റിയും അതിന് പകരം നിൽക്കുകയില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ അതിൻ്റെ കാരണമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ യുവാക്കളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, യുവതികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിവാഹം ചെയ്യുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ദീനുണ്ടോ, അവന്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കണം. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പണ്ഡിതന്മാരോട് നസീഹത്ത് ചോദിക്കുമ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങൾ പറയുമ്പോൾ ആദ്യമേ തുടങ്ങേണ്ടത് കല്യാണം കഴിക്കുമ്പോഴാണ് എന്നാണ് അവർ പറയുക. മക്കളോടുള്ള ബാധ്യത അതിൽപ്പെട്ടതാണ് അവർക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. മക്കളോടുള്ള ബാധ്യതയാണ്. അതുപോലെ തന്നെ ഒരു സന്തോഷമുള്ള ഒരു കുടുംബം അതിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീനുള്ള ഒരു പെണ്ണ് അവൾ തന്നെ സൗഭാഗ്യത്തിന്റെ ഒരു കാര്യമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ മിനസ് സആദ, 4 കാര്യങ്ങൾ അത് സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അൽ മർഅതു സാലിഹ, സാലിഹത്തായ ദീനുള്ള ഒരു സ്ത്രീ, അവൾ തന്നെ സൗഭാഗ്യമാണെന്ന് പറഞ്ഞത്. ദീനുള്ള ഒരു സ്ത്രീ അവൾ തന്നെ സൗഭാഗ്യത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ദീനുള്ള ഒരു സ്ത്രീ വന്നാൽ ആ കുടുംബജീവിതത്തിൽ സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ മിനശ് ശഖാവ, 4 കാര്യങ്ങൾ ദൗർഭാഗ്യത്തിന്റെ നഷ്ടത്തിന്റെ അടയാളാണ്. എന്താണ്? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മർഅതു സു, മോശമായ ദീനില്ലാത്ത മോശം സ്വഭാവമുള്ള സ്ത്രീകൾ, അത് ശഖാവത്തിന്റെ കാര്യങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദുനിയാവിൽ ഒരുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ഒരു ദീനുള്ള ഒരു ഇണയെ ലഭിക്കുക, ഒരു ദീനുള്ള ഭാര്യയെ, ദീനുള്ള ഭർത്താവിനെ ലഭിക്കുക എന്നുള്ളത് ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായ അള്ളാഹുവിന്റെ ഒരു ഹദിയയാണ്, അള്ളാഹുവിന്റെ ഒരു സമ്മാനമാണ്. ദീനുള്ള ഒരു ഭർത്താവിനെ ലഭിച്ച ഒരു ഭാര്യ, അതുപോലെ തന്നെ ദീനുള്ള ഭാര്യയെ ലഭിച്ച ഒരു ഭർത്താവ്, അവർ അള്ളാഹുവിന്റെ ഈ ഒരു മഹത്തായ അനുഗ്രഹം, അതിന്റെ വില തിരിച്ചറിയണം, അള്ളാഹുവിനോട് ശുക്ർ കാണിക്കണം. അതുപോലെ തന്നെ ഭാര്യമാരെ അന്വേഷിക്കുന്ന, ഭർത്താക്കന്മാരെ അന്വേഷിക്കുന്ന യുവാക്കൾ ഇത് പ്രത്യേകം പരിഗണിക്കണം. ഇണകൾക്ക് ദീനുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ മതാഉൻ, ദുനിയാവ് എന്നുള്ളത് വിഭവങ്ങളാണ്. വഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു അസ്സാലിഹ, ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായ വിഭവം എന്നാൽ അത് നല്ല ദീനുള്ള നല്ലൊരു പെണ്ണാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതം, നമ്മുടെ കുടുംബം അത് സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ ദീനിന്റെ കാര്യമാണ്. നമ്മളുടെ ദീനിന്റെ കാര്യം, നമ്മുടെ ഭാര്യമാരുടെ ദീനിന്റെ കാര്യം, മക്കളുടെ ദീനിന്റെ കാര്യം, അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിച്ച്
അത് നല്ല നിലയിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ശരിയാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ളുഹർ നിസ്കാരത്തിന് വേണ്ടി നമുക്കിപ്പോൾ നിർത്താം. നിസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിഞ്ഞ് ബാക്കി നമുക്ക് തുടരാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅല വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. നല്ല കുടുംബജീവിതത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട അൽ ഈമാൻ വൽ അമലു സ്വാലിഹ്, ഇത് രണ്ടും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു ഇനി പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ താഴെ വരുന്നതാണ്. അതിലേക്ക് നമുക്ക് മടക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം ദിക്റുല്ലാഹി വദ്ദുആ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ ദിക്റുകൾ അധികരിപ്പിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ദുആ കുടുംബത്തിനു വേണ്ടി നിർവഹിക്കുക. ഇത് നമ്മൾ പറഞ്ഞതുപോലെ അമലു സ്വാലിഹ് എന്നതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യമാണ്. അൽ അമലു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു തൃപ്തിപ്പെടുന്ന നല്ല കർമ്മങ്ങൾ. അതിൽപ്പെട്ടതാണ് എന്ത്? കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യുക, അതുപോലെ തന്നെ വീട്ടിൽ ദിക്റുകൾ ചെയ്യുക എന്നുള്ളത്. കുടുംബത്തിനു വേണ്ടിയുള്ള ഒരുപാട് ദുആകൾ വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദുആ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, കുടുംബം നല്ലതാകുന്നതിന് വേണ്ടി, നല്ല ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. മുഅ്മിനീങ്ങളുടെ ദുആ ആയി അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ദുആ ആണ്. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ, മറ്റുള്ള ആളുകൾക്ക്, മറ്റുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് മാതൃകയാക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. അതല്ലാത്ത വ്യാഖ്യാനങ്ങൾ നമുക്ക് ആ ദുആഇന് കാണാൻ സാധിക്കും. പ്രവാചകന്മാർ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് മാതൃകകളാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ. അല്ലാഹുവേ, എന്നെയും എൻ്റെ കുടുംബത്തിനെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരിൽ അല്ലാഹു എന്നെ ഉൾപ്പെടുത്തണമേ. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ആണ്, അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ തടയണമേ, ഞങ്ങളെ അകറ്റി നിർത്തണമേ. എത്ര ദുആകളാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ദുആഇന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ആളുകൾ അശ്രദ്ധരാകുന്ന സന്ദർഭമാണ് വിവാഹം കഴിച്ചാൽ ഭാര്യയെ ആദ്യമായി കാണുന്ന സന്ദർഭത്തിലുള്ള ദുആ. അത് വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. ഒരു വാഹനം മേടിച്ചാൽ, അതല്ലെങ്കിൽ ഒരുവളെ വിവാഹം ചെയ്താൽ അവളെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട സുന്നത്തിൽ വന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ ഇലൈ വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ജബൽതഹ ഇലൈ. ആ സ്ത്രീയുടെ, ആ ഭാര്യയുടെ നന്മ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവരുടെ തിന്മയിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടുള്ള ദുആ ആണ്. വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. അതുപോലെ തന്നെ വൈവാഹിക ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദുആ ആണ്. ഭാര്യ ഭർത്താക്കന്മാർ അവർ
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ സന്ദർഭത്തിലുള്ള ദുആ വളരെ പ്രധാനപ്പെട്ട ദുആ. അത് മക്കൾ, അത് സാലിഹീങ്ങളാകാൻ, മക്കൾ അവരിൽ ശൈത്താനിന്റെ ഇടപെടലുകൾ ഇല്ലാതിരിക്കാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന. അല്ലാഹുവേ, പിശാചിനെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റണമേ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നൽകുന്ന കുഞ്ഞ്, ആ കുഞ്ഞിൽ നിന്നും അല്ലാഹുവേ നീ പിശാചിനെ അകറ്റണമേ. ഇത് ആരെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ, അതിൽ അല്ലാഹു അവനൊരു കുട്ടിയെ നിശ്ചയിക്കുന്നുണ്ട് എങ്കിൽ ലം യദുറുഹു ശൈത്താനുൻ അബദൻ. ശൈത്താൻ അവനെ യാതൊരു നിലക്കും ശൈത്താനെ അവന് ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ദുആ ദിക്റുകൾ കുടുംബജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നാൽ പല ആളുകളും ഈ വിഷയത്തിൽ വളരെയധികം പിശുക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ വീഴ്ചയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല, അവർ മറക്കാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കൾ ഉത്സാഹം കാണിക്കുന്നില്ല. റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. ഖുർആനിൽ അല്ലാഹു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മളെ പഠിപ്പിച്ച ദുആ ആണ്, മാതാപിതാക്കൾക്ക് വേണ്ടി. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ദിക്ർ, വീട്ടിൽ ദിക്ർ ചൊല്ലുക എന്നുള്ളത്, ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദിക്ർ എന്താണ്? ബിസ്മില്ല. വീട്ടിലേക്കും പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയാം. വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയാം. ഇത് ശൈത്താനിനെ അകറ്റുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഇദാ ദഖല الرجل في بيته فذكر الله عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا عشاء. ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ശൈത്താൻ അവന്റെ കൂടെയുള്ള ശൈത്താന്മാരോട് പറയും, ഇന്ന് നമുക്കിവിടെ ഭക്ഷണവും കടപ്പറ ഒന്നുമില്ല, ഇന്ന് ഇവിടെ ഭക്ഷണവും താമസവും ഒന്നുമില്ല. എന്നാൽ അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹുവിന്റെ നാമം പറഞ്ഞിട്ടില്ല എങ്കിൽ ശൈത്താൻ പറയും, ഇന്നിവിടെ ഭക്ഷണവും താമസവും ഉണ്ട്. നോക്കൂ, ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചാൽ പ്രവേശിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശൈത്താൻ അകറ്റാണ് ചെയ്യുന്നത്. ശൈത്താൻ ഒരു വീട്ടിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ അവിടെ വലിയ സമാധാനം ഉണ്ടാകും. നമുക്കറിയാം, ശൈത്താൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവനാണ് ശൈത്താൻ. അത് പൈശാചിക പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. യതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. സിഹറിനെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ പറഞ്ഞു, പിശാചുക്കളിൽ നിന്ന് മനുഷ്യന്മാർ പഠിച്ചു. എന്താ പഠിച്ചത്? ഒരു ഭർത്താവിനും ഭാര്യക്കുമിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇത് പൈശാചിക പ്രവൃത്തിയിൽപ്പെട്ടതാണ്. ഇബ്ലീസ് അവന്റെ ചെറിയ ചെറിയ അനുയായികൾ അവരെ ദിവസവും വിളിച്ചുകൂട്ടും. എന്നിട്ട് ഇന്ന് ഓരോ ആളുകളും ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിക്കും. ഏറ്റവും കൂടുതൽ ആളുകളെ വഴിപഴപ്പിച്ച അനുയായി ആയിരിക്കും ഇബ്ലീസിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെ പിശാച് ഇബ്ലീസ് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ എല്ലാവരും അവരവര് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇന്ന് ഒരുവനെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു, ഇന്ന് ഒരുവനെ കൊണ്ട് മദ്യപിപ്പിച്ചു, അതുപോലെ തന്നെ മോഷ്ടിപ്പിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരുവൻ പറയും, ഞാനൊരു ഭാര്യയുടെയും ഭർത്താവിന്റെയും പിന്നിൽ കൂടി, അങ്ങനെ അവർക്ക് തമ്മിൽ പ്രശ്നമുണ്ടായി, അവരങ്ങനെ വേർപിരിയുമാറ് അവരെ പിന്നാലെ ഞാൻ കൂടി. ശൈത്താൻ അവനെ പുകഴ്ത്തിക്കൊണ്ട് അനുമോദിപ്പിക്കുമെന്നാണ്. അപ്പൊ ശൈത്താൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ കണഞ്ഞു പരിശ്രമിക്കും. അത് ശൈത്താനിന്റെ വലിയ വസ്വാസിൽപ്പെട്ട കാര്യമാണ്. ഈ ഒരു കാര്യം ഭാര്യ ഭർത്താക്കന്മാർ തിരിച്ചറിയുകയും ശൈത്താനിനെ കുടുംബത്തിൽ നിന്ന് അകറ്റാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. അതിൽപ്പെട്ടതാണ് വീട്ടിൽ ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. ഒരു ചെറിയ കാര്യം, ബിസ്മില്ല, ശൈത്താൻ അകറ്റാണ്. ഇത് നമ്മൾ അശ്രദ്ധയിലായി എത്ര ദിവസമാണ് നമ്മളെ വീട്ടിൽ ശൈത്താന് ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ നേട്ടമാണ്
അതുകൊണ്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ സലാം അധികരിപ്പിക്കുക. അശ്വസ്സലാമ ബൈനക്കും, പരസ്പരം സ്നേഹം വർദ്ധിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്. അത് ദിക്റ. സലാം അധികരിപ്പിക്കുക. വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അത് അർത്ഥം അറിഞ്ഞ് അത് പരസ്പരം പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പരസ്പര സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കി തരാൻ സഹായിക്കുന്ന കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. മക്കളത് പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളവർക്ക് മാതൃകകളാക്കി കാണിച്ചു കൊടുക്കണം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയുന്ന ഒരു രീതി നമ്മൾ ശീലിക്കണം. വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, മക്ബറകളെ പോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളാക്കാൻ പാടില്ല. എന്താ? മക്ബറകളിൽ ഖുർആൻ പാരായണം, അവിടെ ദിക്ർ ഒന്നുമില്ല. അതുപോലെ വീടുകളാക്കരുതെന്നാണ്. ഖുർആൻ പാരായണം ധാരാളമായി വീട്ടിൽ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടി അകലുമെന്നാണ്. ഖുർആൻ പാരായണം ഇന്ന് നമ്മുടെ നാടുകളിലുള്ള വീടുകളുടെ അവസ്ഥ എന്താ? മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ഖുർആൻ പാരായണമില്ല. നേരെ മറിച്ച് ശൈത്താൻ ഇഷ്ടപ്പെടുന്ന ദിക്റുകൾ, മ്യൂസിക്കിന്റെയും അതുപോലെ തന്നെയുള്ള മോശങ്ങളായ നജസുകളുടെയും ശബ്ദങ്ങളാണ് മുസ്ലിമീങ്ങളുടെ വീടുകളിൽ നിന്ന് കേൾക്കുക. അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുക? പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ സൗഭാഗ്യം ഉണ്ടാവുക? ശൈത്താനിന് ഇഷ്ടമുള്ള ദിക്റുകളാണ് അവിടെ. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഖുർആൻ പാരായണമോ ദിക്റോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫൂആയി ഉദ്ധരിക്കപ്പെട്ടൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ബൈത ലയത്തസിഉ അലാ അഹ്ലിഹി വയക്സുറു ഖൈറുഹു വതഹ്ദുറുഹുൽ മലായിക. ഒരു വീട്ട്, ആ വീട്ടിലുള്ള ആളുകൾക്ക് വളരെ വിശാലമായി അനുഭവപ്പെടും. വീട് ചിലപ്പോൾ ചെറിയ വീടായിരിക്കും, പക്ഷെ വീട്ടിലുള്ള ആളുകൾക്ക് വലിയ വിശാലത അനുഭവപ്പെടും. ആ വീട്ടിലെ നന്മകൾ വർദ്ധിക്കും. ആ വീട്ടിൽ മലക്കുകൾ സന്നിഹിതരാകും. ആ വീട്ടിൽ നിന്ന് ശൈത്താന്മാർ ഓടിപ്പോകും. എങ്ങനെയാണെങ്കിൽ ഇദാ യുഖറഉ ഫീഹിൽ ഖുർആൻ, അവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ. വഇന്നൽ ബൈത ലയദീഖു അലാ അഹ്ലി, വീട് വലിയ വീടായിരിക്കും, പക്ഷെ ആ വീട്ടിലുള്ള ആളുകൾക്ക് ആ വീട് കുടുസായി അനുഭവപ്പെടും. വയഖില്ലു ഖൈറുഹു, ആ വീട്ടിലെ നന്മകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. വതഹ്ജുറുഹുൽ മലായിക, മലക്കുകൾ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകും. വതഹ്ദുറുഹു ശയാത്തീൻ, ശൈത്താന്മാർ ആ വീട്ടിൽ സന്നിഹിതരാകും. ലിഅല്ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ, അവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ. അപ്പൊ ഖുർആൻ അതാണ് അഅ്ബമു ദിക്ർ, ഏറ്റവും മഹത്തായ ദിക്ർ അത് ഖുർആനാണ്. ഖുർആൻ ധാരാളമായി നമ്മൾ വീട്ടിൽ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ദുആ ചെയ്യുക. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ദുആകൾ അത് നമ്മൾ ചെയ്യുക. ദിക്റുകൾ അത് വീട്ടിൽ അധികരിപ്പിക്കുക എന്നുള്ളത്, അത് വീട്ടിലുള്ള ആളുകൾ അവരുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ അത് മാറ്റും. അവരുടെ മനസ്സിലുള്ള ടെൻഷനുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഇതില്ലാതെയാകും. അവർക്ക് ഹൃദയ വിശാലതയുണ്ടാകും, ശൈത്താനിനകറ്റും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അതുമൂലമുണ്ടാകും. ഒരു വീട്ടിലെ ഭാര്യയും മക്കളും ഭർത്താവും എല്ലാവരും ഈ പറയുന്നത് പോലെ ദിക്റുകൾ അത് ശീലമാക്കുന്ന ആളുകളാണ് എങ്കിൽ ആ വീട്ടിലുണ്ടാകുന്ന സമാധാനം അതെത്ര വലുതായിരിക്കും. ചിന്തിച്ചു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹു പറഞ്ഞതാണ്, അറിയണം, അള്ളാഹുവിനെ ഓർക്കുന്നതിനാണ് ഹൃദയങ്ങൾ, അതിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനത്തിൽ യഖീനില്ലേ, ബോധ്യമില്ലേ, വിശ്വാസമില്ലേ? നമ്മൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. നമ്മുടെ മനസ്സിൽ, നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ ആശ്വാസം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. വീട്ടിലെല്ലാ ആളുകളും അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാ, അതുപോലെ തന്നെ വിരിപ്പിൽ ചൊല്ലേണ്ട ദിക്റുകൾ ഇതൊക്കെ ശീലാക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ അനുഭവിക്കുന്ന സമാധാനം ഇത് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദുആ ദിക്റുകൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മസലുൽ ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു,
അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു വീടിന്റെ ഉപമ, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു വീടിന്റെ ഉപമ കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവനുള്ളതിന്റെയും മരിച്ച മയ്യത്തിന്റെയും ഉപമയാണ് എന്ന്. അള്ളാഹുവിനെ ഓർക്കുന്ന ഭവനം അത് ജീവനുള്ള ഭവനാണ്. അള്ളാഹുവിനെ ഓർക്കാത്ത വീട് അത് മയ്യിത്താണ്, അതിലൊരു ഖൈറുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം, അയ്യകൂന അർറജുലു ഖയ്യിമൻ അലാ സൗജതിഹി വഉസ്റതിഹി, വീട്ടിലെ നിയന്ത്രണാധികാരം അത് പുരുഷൻ ഏറ്റെടുക്കുക എന്നുള്ളത്. ഭാര്യ ഭർത്താവിന് ആ സ്ഥാനം വകവെച്ചു കൊടുക്കുക എന്നുള്ളത് ആ കുടുംബം അത് നല്ല നിലയിൽ പോകാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഭർത്താവാണ്. അത് നിയന്ത്രിക്കാനുള്ള അധികാരം ഭർത്താവിനാണ്. ആ ഒരു ബോധം ഭർത്താവിനുണ്ടായിരിക്കണം. ആ ഒരു സ്ഥാനം ഭർത്താവിന് ഭാര്യ വകവെച്ചു കൊടുക്കുകയും ചെയ്യണം. അതിന് വിപരീതമായി വീട്ടിലെ കാര്യങ്ങൾ, മക്കളെ കാര്യങ്ങൾ ഒക്കെ ഭരിക്കുന്നത്, അതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന സ്ത്രീയാണ് എങ്കിൽ, ഭർത്താവിനെ വരെ ഭരിക്കുന്നത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീയാണെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകൂല. അത് അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിന്റെ സുന്നത്താണ്, അത് അള്ളാഹുവിന്റെ നടപടിക്രമാണ്. അള്ളാഹുവാണ് അത് നിശ്ചയിച്ച് പുരുഷന് നിയന്ത്രണാധികാരം, പുരുഷന് വലിയ സ്ഥാനം എന്നുള്ളത്, സ്ത്രീയേക്കാൾ സ്ഥാനം കൊടുത്തത് അള്ളാഹുവാണ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ നിയന്ത്രണാധികാരമുള്ള ആളുകൾ. സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടത്, നിലക്ക് നിർത്തേണ്ടത്, അതുപോലെ തന്നെ അവരെ ഭരിക്കേണ്ടത് പുരുഷനാണ്, നേരെ തിരിച്ചല്ല. കാരണം എന്താ? അള്ളാഹുവാണ് പുരുഷന് സ്ത്രീയേക്കാൾ കൂടുതൽ ഫضൽ നൽകിയിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വേറെ വിശദീകരണത്തിന്റെ കാര്യത്തിൽ ആവശ്യമില്ല. മാത്രമല്ല വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാരാണ് അവരുടെ സമ്പത്തിൽ നിന്ന് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പുരുഷന്മാരാണ് അവരെ കുടുംബത്തിനെയും ഭാര്യയെയും നിയന്ത്രിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ ദറജയുള്ളത് ഈ വിഷയത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇനി ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ് അന്നർരിജാല ഖവ്വാമൂന അലൻ നിസാഇ ഖവ്വാമൂന അലൈഹിന്ന ബിഇൽസാമിഹിന്ന ബിഹുഖൂഖില്ലാഹ്. പുരുഷന്മാർ സ്ത്രീകളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ബാധ്യതകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ പുരുഷന്മാർ കൽപ്പിക്കണം, അവരെ നിർബന്ധിപ്പിക്കണം. ഫർളായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി, ഇബാദത്തുകൾ നിർവഹിക്കുന്നതിന് വേണ്ടി, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടി ഒരു പുരുഷൻ അവന്റെ സ്ത്രീയെ, ഒരു ഭർത്താവ് അവന്റെ ഭാര്യയെ കൽപ്പിക്കുകയും ആ വിഷയത്തിൽ പുരുഷൻ സ്ത്രീയെ നിയന്ത്രിക്കുകയും ചെയ്യണം. അതാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ വകഫിഹിന്ന അനിൽ മഫാസിദി ബിൽ ഇൻഫാഖി അലൈഹിന്ന വൽ കിസ്വതി വൽ മസ്കൻ, അതുപോലെ തന്നെ അവർക്ക് ചെലവിന് കൊടുക്കണം, അവർക്ക് വസ്ത്രവും പാർപ്പിടവും ഒരുക്കി കൊടുക്കണം. ഇതാണ് സ്ത്രീയേക്കാൾ കൂടുതൽ പുരുഷന് സ്ഥാനമുണ്ട്, സ്ത്രീയെ നിയന്ത്രിക്കേണ്ടത് പുരുഷനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായി ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലും ഇതേ പ്രയോഗം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. വറജുലു, ഒരു പുരുഷൻ റാഇൻ ഫീ അഹ്ലിഹി, അവന്റെ കുടുംബത്തിൽ അവന്റെ വീട്ടിലുള്ള ഭരണാധികാരിയാണ്. വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ ആ ഒരു കർത്തവ്യത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദ്യം ചോദിക്കും. പുരുഷന്മാർ അവന്റെ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്, മക്കൾക്കും ഭാര്യമാർക്കും ചെലവിന് കൊടുക്കേണ്ടതും അവർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതും, അതുപോലെ തന്നെ അവർ അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ഹറാമുകളിൽ നിന്ന് അവരെ തടയുകയും ചെയ്യേണ്ടത് പുരുഷന്മാരാണ്. അതിനുള്ള അധികാരം, നിയന്ത്രണാധികാരം പുരുഷന്മാർക്ക് ആണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്.
മാ മിൻ അബ്ദിൻ യസ്തറഈഹി അല്ലാഹു റഈയതൻ. പുരുഷന്മാർ ശ്രദ്ധിക്കണം, അവർ ഈ ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്വമാണ്, അതിൽ അവർ വീഴ്ച വരുത്താൻ പാടില്ല. തന്റെ ഭാര്യമാർ, മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള കടമകൾ നിർവഹിക്കുന്നില്ല, അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇവൻ നൽകുന്നില്ല എങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് അവന്റെ ഉത്തരവാദിത്വത്തിൽ അവൻ കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, എന്നിട്ട് യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഇയതിഹി, അവൻ മരിക്കുന്ന ദിവസം അവന്റെ ഈ ഉത്തരവാദിത്വം കൃത്യമായി പാലിക്കാതെ അവന്റെ കീഴിലുള്ള ആളുകളെ വഞ്ചിച്ചുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം അവന്റെ മേൽ നിഷിദ്ധമാക്കാതിരിക്കുകയില്ല. അപ്പൊ നോക്കൂ, ഒരു ഭർത്താവ് അവന്റെ കടമ നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ ശക്തമായ താക്കീതാണ് അവനുള്ളത് എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം, അൽ മവദ്ദത്തു വർ-റഹ്മ, കുടുംബത്തിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, കുടുംബം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള കാര്യമാണ്. കുടുംബക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദയയില്ലാതെ കാരുണ്യമില്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല, സ്നേഹമില്ലാതെ ഇഷ്ടമില്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല. കാരുണ്യത്തോടും അതുപോലെ തന്നെ ഏറ്റവും മാന്യമായ രീതിയിൽ സ്നേഹത്തോടു കൂടിയുമാണ് കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും പരസ്പരം പെരുമാറേണ്ടത്. ചില ആളുകൾ ഏറ്റവും പരുഷമായി പെരുമാറുന്നത് തൻ്റെ വീട്ടിൽ മക്കളോടും ഭാര്യമാരോടായിരിക്കും. ഏറ്റവും മോശമായി പെരുമാറുന്നത് അവന്റെ വീട്ടിലായിരിക്കും. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്, അവിടുത്തെ ജീവിത ശൈലിക്ക് വിരുദ്ധമാണ്. നമ്മൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നമ്മളുടെ കുടുംബത്തിനോടാണ്, വീട്ടിലാണ്. ചില പണ്ഡിതന്മാർ ചില ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതായി കാണാം, ഫിൽ ഖാരിജി അസലുൻ വഫിദ് ദാഖിലി ബസലുൻ. ചില ആളുകൾ പുറത്തെ അസൽ തേനായിരിക്കും, തേന് പോലെ ഇരിക്കും അവന്റെ സ്വഭാവം പെരുമാറ്റം. എന്നാൽ ഫിദ് ദാഖിലി ബസൽ, ഉള്ളിലേക്ക് കയറിയാലോ വീട്ടിലേക്ക് കയറിയാലോ ബസൽ ഉള്ളി പോലെ ആയിരിക്കും, ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ വളരെ മോശമായ സ്വഭാവമായിരിക്കും. അങ്ങനെ ആകാൻ ഒരിക്കലും പാടില്ല. ഏറ്റവും കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറേണ്ടത് നമ്മുടെ വീട്ടിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹി, അല്ലാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇണകളായി നമ്മളിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ലിതസ്കുനു ഇലൈഹ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിലാകുന്നതിന് വേണ്ടി. മാത്രമല്ല വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവും സ്നേഹവും ഉണ്ടാക്കി തന്നു. അല്ലാഹുവിന്റെ വലിയ ആയത്താണ്, അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു വൈവാഹിക ബന്ധം എന്നൊരു കാര്യം അല്ലാഹു നിശ്ചയിച്ചു എന്നത് പരസ്പരം സ്നേഹത്തിലും കാരുണ്യത്തിലും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ പരസ്പരം തമ്മിലടിച്ച് പരസ്പരം വിദ്വേഷവും അതുപോലെ തന്നെ ദയവുമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ, ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനായ ഭർത്താവും ഒരു മുഅ്മിനത്തായ ഭാര്യയെ വെറുക്കാൻ പാടില്ല. ഇനി ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, ചില സന്ദർഭത്തിൽ ഭാര്യയുടെ ചില ഇടപെടലുകൾ നമുക്ക് വെറുപ്പുണ്ടാക്കിയാൽ റളിയ മിൻഹാ ഖുലുഖൻ ആഖർ, അവളിൽ നിന്ന് മറ്റേതെങ്കിലും സ്വഭാവത്തിൽ നമ്മൾ തൃപ്തിപ്പെടുക, മറ്റേതെങ്കിലും സ്വഭാവത്തിൽ നമ്മൾ തൃപ്തിപ്പെടുക. എല്ലാ ഭാര്യമാരും എല്ലാ നന്മയും തികഞ്ഞ എല്ലാ നിലക്കും ഖൈറായ ആളുകളായിരിക്കില്ല. അവരിൽ എന്തെങ്കിലും കുറവും പിഴവുകളും അബദ്ധങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അബദ്ധങ്ങൾ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ അവസ്ഥ ചിന്തിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ നിലക്കും ഓക്കെയാണോ? എന്നിലും എന്തുണ്ട്? അബദ്ധങ്ങളുണ്ട്, കുറവുകളുണ്ട്. അതുപോലെ തന്നെ അവളിലും ഉണ്ടാകും. ഇനി മാത്രമല്ല, ഒരു ഭാര്യയിലും ഒരു ഖൈറില്ലാത്ത അവസ്ഥ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഖൈർ ഭാര്യയൊക്കെ ഉണ്ടാകും. ഉദാഹരണത്തിന് ഭർത്താവിന്റെ എന്തെങ്കിലും വിഷയത്തിൽ കുറവുകളുണ്ട് എങ്കിൽ മക്കളുടെ കാര്യത്തിൽ അവൾ എല്ലാതും നല്ല രൂപത്തിൽ നോക്കുന്നുണ്ടല്ലോ എന്ന ചിന്തയിൽ ഒരു സ്വഭാവത്തിൽ വെറുപ്പുണ്ടായാൽ
മറ്റൊരു സ്വഭാവത്തിൽ തൃപ്തിപ്പെടാൻ ശ്രമിക്കുക. അങ്ങനെ പരസ്പരം തൃപ്തിയിൽ മുന്നോട്ട് പോകുക. അതല്ലാതെ ചെറിയൊരു അബദ്ധം ഉണ്ടാകുമ്പോഴേക്കും പരസ്പരം വെറുപ്പുണ്ടാകുന്ന, അങ്ങനെ കലഹിക്കുന്ന, അങ്ങനെ ത്വലാഖിലും വിവാഹമോചനത്തിലും ചെന്ന് അവസാനിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ കാരുണ്യവും സ്നേഹവും ഉണ്ടായിരിക്കണം വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും പരസ്പരം. അടുത്തൊരു കാര്യം, അൽ ഇശ്റതു ബിൽ മഅറൂഫ്, നല്ല രൂപത്തിൽ നന്മയിൽ പെരുമാറുക. എല്ലാ ആളുകൾക്കും അവരവരുടെ ഹക്ക് ഓരോ ആളുകളും നൽകുക. വീട്ടിലെ എല്ലാ ആളുകളും പരസ്പരമുള്ള ബാധ്യതകളും കടമകളും മനസ്സിലാക്കി അത് അവരവർക്ക് നൽകി മുന്നോട്ട് പോവുക. ഭർത്താവിനെ ഭാര്യ അനുസരിക്കുക. ഭാര്യയോട് ഭർത്താവ് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക. ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ധിക്കരിക്കാത്ത കാര്യങ്ങളിൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതു അൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഞാൻ ആർക്കെങ്കിലും സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. കാരണം എന്താ? ലിഅയബമി ഹഖിഹാ അലൈ, ഭാര്യക്ക് ഭർത്താവിനോട് അത്രത്തോളം കടമകളുണ്ട്. ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിനുള്ള സ്ഥാനം അത് വകവെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയോട് മാന്യമായി നന്മയിൽ വർത്തിക്കണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക. ഏറ്റവും മഅറൂഫായ രീതിയിൽ അവരോട് പെരുമാറുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അല്ലാഹു ഈ ആയത്തിലൂടെ സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനാണ് കൽപ്പിക്കുന്നത്. എങ്ങനെയാണ് ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടത്? ഒന്നാമതായി അവളുടെ അവകാശമായ മഹർ അവൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ വന്നഫഖ, അവൾക്ക് ചെലവിന് കൊടുക്കുക, മാന്യമായ ചെലവിന് അവൾക്ക് കൊടുക്കുക. വഅല്ലാ യഅബസ ഫീ വജ്ഹിഹാ ബിഗൈരി ദംബിൻ, ഒരു തെറ്റും ഒരു കാരണവുമില്ലാതെ അവളിൽ നിന്ന് തന്റെ മുഖം തിരിച്ചു കളയാൻ പാടില്ല. അവളിൽ നിന്ന് മുഖം തിരിച്ചു കളയാൻ പാടില്ല. വഅയ്യകൂന മുൻതലിഖൻ ഫിൽ ഖൗലി, വളരെ മാന്യമായി നല്ല രൂപത്തിൽ സൗമ്യതയോടുകൂടി അവളോട് സംസാരിക്കണം, സ്നേഹത്തോടുകൂടി സംസാരിക്കണം. ലാ ഫദ്ദൻ ഗലീദാ, കഠിനമായി അതുപോലെ തന്നെ കാടത്വപരമായി അവളോട് സംസാരിക്കാൻ പാടില്ല. എന്ത് വന്നാലും ചൂടാകണം, എന്ത് ചെയ്താലും എന്ത് ചെയ്തിട്ടില്ലെങ്കിലും ഒരു കാരണമില്ലാതെ മുഖം വീർപ്പിച്ച് നടക്കുക. അതൊക്കെ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകുന്ന അബദ്ധങ്ങളിൽപ്പെട്ടതാണ്. ഇത് വആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്ന ആയത്തിന്റെ കീഴിൽ വരുന്നതാണ്. അവരോട് നല്ല രീതിയിൽ പെരുമാറാന്ന് പറഞ്ഞാൽ ഈ കോലത്തിലൊന്നും പെരുമാറാൻ പാടില്ല. ഏറ്റവും നല്ല രൂപത്തിൽ ചിരിക്കുന്ന മുഖവുമായി മാന്യമായ വാക്കുകളുമായാണ് അവളോട് പെരുമാറേണ്ടത്. മാത്രല്ല വലാ മുൽഹിറൻ മൈലൻ ഇലാ ഗൈരിഹാ, ഈ കാലഘട്ടത്തിൽ പല ആളുകൾക്കുണ്ടാകുന്നൊരു വിഷയമാണ്. അവളല്ലാത്ത സ്ത്രീകളിലേക്ക് ഒരു താല്പര്യം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരം ഭാര്യയുടെ മുന്നിൽ വെച്ച് ഒരു ഭർത്താവ് നടത്താൻ പാടില്ല. ഭാര്യ എന്തോ ഒരു കുറവുള്ള ആളാണ്, അബദ്ധമുള്ള ആളാണ് എന്ന് പറഞ്ഞ് അവളുടെ വില ഇടിച്ചു കാണിച്ചുകൊണ്ട് അവളെ മുന്നിൽ സംസാരിക്കുക, മറ്റുള്ള സ്ത്രീകളിലേക്ക് ചായുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, അത് ദ്വയാർത്ഥപരമായ രൂപത്തിൽ സംസാരിച്ചാലും അങ്ങനെയുള്ള സംസാരങ്ങൾ ഒരു ഭാര്യയോട് ഭർത്താവ് സംസാരിക്കാൻ പാടില്ല. അത് നല്ല പെരുമാറ്റത്തിൽപ്പെട്ടതല്ല എന്നാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെ എന്തിനാണ് പെരുമാറേണ്ടത്? ലിതകൂന അദമത മാ ബൈനഹും വസുഹ്ബതുഹും അലൽ കമാൽ, അവർക്കിടയിലുള്ള സ്നേഹബന്ധവും അവർക്കിടയിലുള്ള യോജിപ്പും അത് ഏറ്റവും പരിപൂർണമായ രീതിയിൽ മുന്നോട്ടു പോകാനാണ്. ഒരു ഭർത്താവും ഭാര്യ എന്നോട് തെറ്റ് ജീവിക്കണം, ഭാര്യ എന്നെ വെറുത്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഭാര്യ എന്നോട് സ്നേഹിക്കണം, ഭാര്യ എന്നോട് ഏറ്റവും നല്ല രൂപത്തിൽ നിൽക്കണമെന്ന് തന്നെയാണ് എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത്. എങ്കിൽ അതുപോലെ തിരിച്ചു എന്ത് ചെയ്യാം? പ്രവർത്തിക്കാം.
കമാ തദീനു തുദാൻ എന്നാണ്. നീ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെയാണ് നിന്നോട് പെരുമാറപ്പെടുക. അതുകൊണ്ട് നമ്മളോട് ഭാര്യ എങ്ങനെയാണോ പെരുമാറാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതുപോലെ അവരോട് പെരുമാറുക, അതുപോലെ അവരോട് നമ്മൾ പെരുമാറുക. അങ്ങനെ ബന്ധം ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന് പറഞ്ഞത് ഏറ്റവും നല്ല രൂപത്തിൽ ആ വൈവാഹിക ബന്ധം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇന്നി ഉഹിബ്ബു അൻ അതസയ്യന ലിൽ മർഅ, ഭാര്യയോട് ചെയ്യേണ്ട കടമകളിൽ പെട്ടതാണ് ഇതൊക്കെ. ഇന്നി ഉഹിബ്ബു അൻ അതസയ്യന ലിൽ മർഅതി കമാ അൻ തതസയ്യന ലി അൽ മർഅതു, ഭാര്യ എനിക്ക് വേണ്ടി കുളിച്ചൊരുങ്ങുന്നത് പോലെ ഭാര്യക്ക് വേണ്ടി ഞാനും കുളിച്ചൊരുങ്ങുവാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഭാര്യ നമുക്ക് വേണ്ടി കുളിച്ചൊരുങ്ങുന്നതിന് വേണ്ടി, നമുക്ക് സുഖം അനുഭവിക്കുന്നതിന് വേണ്ടി, നമുക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടി ഭാര്യ നമുക്ക് വേണ്ടി കുളിച്ചൊരുങ്ങുന്നുണ്ട് എങ്കിൽ, അതുപോലെ അലങ്കാരങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ, അതുപോലെ ഭാര്യക്ക് വേണ്ടി കുളിച്ചൊരുങ്ങുവാൻ, അലങ്കാരം സ്വീകരിക്കുവാൻ, വൃത്തിയിലാകുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർക്കും കടമകളുണ്ട്, നമുക്ക് അവരോടും കടമകളുണ്ട്. അവർ നമുക്ക് ബാധ്യതകൾ നിർവഹിക്കേണ്ട ആളുകളാണ് എങ്കിൽ നമുക്കും അവരുടെ മേൽ ബാധ്യതകളുണ്ട്. ഭാര്യ നമുക്ക് വേണ്ടി ആ രൂപത്തിൽ ഒരുങ്ങുന്നുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങൽ എന്താണ്? അത് ബാധ്യതയായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ, നിങ്ങളിൽ ഏറ്റവും നന്നായി നിങ്ങളുടെ കുടുംബത്തോട്, ഭാര്യമാരോട് പെരുമാറുന്ന ആളുകളാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാനാകട്ടെ നിങ്ങളിൽ ഏറ്റവും നന്നായി ഭാര്യമാരോട് പെരുമാറുന്നയാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഏറ്റവും ഖൈറായ ആളാരാണ്? ഭാര്യയോട് ഏറ്റവും നമ്മുടെ സ്വഭാവം അറിയണമെങ്കിൽ, നമ്മുടെ സ്വഭാവത്തിന്റെ സൽസ്വഭാവത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഭാര്യമാരോട് എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ വിഷയത്തിൽ നമുക്ക് ഉത്തമമായ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിലാണ് പെരുമാറിയിരുന്നത്. അവിടുന്ന് പ്രായമായിട്ട്, അവിടുന്ന് റസൂലാണ്, ഒരു സൈന്യത്തിന്റെ സേനാധിപനാണ്. 50 വയസ്സുകൾക്ക് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുമായി നടത്തിയ ഓട്ട മത്സരത്തിന്റെ കഥ നമ്മൾ പലരും കേട്ടതാണ്. ഇത്ര മനോഹരമായ കഥയാണ്. നോക്കൂ, സഹാബികൾ പറയാണ്, പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ പറയാണ്, ആ സംഭവം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു യുദ്ധത്തിന് പോകുന്ന യാത്രയിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ആ യുദ്ധത്തിന്റെ തലവനാണ്, ഖായിദുൽ ജയ്ഷാണ്, റസൂലാണ്, നബിയാണ്. വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ ഈ ഉത്തരവാദിത്തങ്ങളൊന്നും ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തടസ്സങ്ങളായിട്ടില്ല. ഒരു യുദ്ധത്തിലുള്ള യാത്രയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ടമത്സരം നടത്തി. സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. ഫതഖദ്ദമു, സ്വഹാബികളൊക്കെ മുന്നോട്ട് പോയി. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കായി. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, തആലി ഉസാബിഖുകി, ആയിഷ വായോ, ഓട്ടമത്സരം നടത്താം. അങ്ങനെ ഓട്ടമത്സരം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ആയിഷ റളിയല്ലാഹു അൻഹ തോൽപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയണം, അന്ന് എനിക്ക് കുറച്ച് മാംസം കുറവായിരുന്നു, തടിയില്ലാത്ത ആളായിരുന്നു, എനിക്ക് വേഗതയിൽ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാജയപ്പെടുത്താൻ എന്ത് ചെയ്തു, എനിക്ക് കഴിഞ്ഞു. പിന്നെ വീണ്ടും കുറച്ച് കാലങ്ങൾക്ക് ശേഷം നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓർത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു യുദ്ധത്തിനുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, തഖദ്ദമു, മുന്നോട്ട് പോയിക്കൊള്ളുക. സ്വഹാബികൾ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തആലി ഉസാബിഖുകി, ആയിഷ വായോ, ഓട്ടമത്സരം നടത്താം. ഓട്ടമത്സരം നടത്തി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ പരാജയപ്പെടുത്തി. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി ബിതിൽക്,
ഇപ്പൊ തോൽപ്പിച്ചത് അന്ന് നീ എന്നെ തോൽപ്പിച്ചതിന് പകരാണെന്ന് പറഞ്ഞു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു വെച്ചിട്ടുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. റസൂലാണ്, നബിയാണ്, വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഖായിദുൽ ജയ്ഷാണ്, സേനാധിപനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരോട് പെരുമാറിയത് നോക്കൂ. ഇന്ന് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിൽ ഒരു അംശം ഇന്നത്തെ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരോട് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നു, സന്തോഷത്തിലും സമാധാനത്തിലും ആവുമായിരുന്നു. വല്ലാഹുൽ മുസ്തആൻ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യകൂനു ഫീ മഹ്നതി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനെ അവിടുത്തെ പണികളിൽ സഹായിക്കുമായിരുന്നു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രം തുന്നും. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എടുക്കുന്ന പണിയാണ്. ഭർത്താവിന്റെ വസ്ത്രം തുന്നുന്നത് ഭാര്യയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രം തുന്നുമായിരുന്നു, ചെരുപ്പ് നേരാക്കുമായിരുന്നു. അവിടുന്ന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, യതഅറഖുൽ ലഹം, എല്ല്, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറച്ചിയെ വേർതിരിച്ച് മുറിച്ചു വെക്കുമായിരുന്നു. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ് ഇതെല്ലാം. നല്ല രൂപത്തിൽ പെരുമാറുക, അതിൽപ്പെട്ടതാണ് പരസ്പരം ഹദിയകൾ കൈമാറുക എന്നുള്ളത്. സ്നേഹം വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദൗ തഹാബ്ബു, നിങ്ങൾ പരസ്പരം ഹദിയകൾ കൈമാറുക, അത് സ്നേഹം വർദ്ധിപ്പിക്കും. എത്ര പ്രായം ചെന്നാലും അത് സ്നേഹം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, പരസ്പരം ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യാം. ഭർത്താവിന് എന്ത് വിളിക്കുന്നതാണോ ഇഷ്ടം അത് വെച്ച് ഭർത്താവിന് പേര് വിളിക്കാം. ഭാര്യയ്ക്ക് എന്ത് വിളിക്കുന്നതാണോ ഇഷ്ടം അത് വെച്ച് ഭാര്യയെ വിളിക്കുക. അത് സ്നേഹമുണ്ടാക്കാൻ നല്ല പെരുമാറ്റത്തിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം നമ്മൾ അവസാനിപ്പിക്കാനായി പെട്ടെന്ന് പറഞ്ഞു പോകാം. അടുത്തൊരു കാര്യം, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട് എങ്കിൽ അതുപോലെ തന്നെ മക്കൾക്കിടയിൽ നീതി പാലിക്കുക എന്നുള്ളത്. അനീതി, വേർതിരിവ് മക്കൾക്കിടയിലോ ഭാര്യമാർക്കിടയിലോ ചെയ്യാതിരിക്കുക എന്നുള്ളത് കുടുംബം ഏറ്റവും സന്തോഷപരമായി മുന്നോട്ടു പോകുവാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ, വസ്ത്രം, അതുപോലെ തന്നെ ഭക്ഷണം, പാർപ്പിടം, അതുപോലെ തന്നെ പങ്കാളിത്തം, ഇതൊക്കെ വിഷയത്തിൽ അതിൽ മക്കൾക്കിടയിലും ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ നീതി ഉണ്ടാകണം. അനീതി കാണിക്കാൻ, വേർതിരിവുണ്ടാക്കാൻ പാടില്ല. എന്തെങ്കിലും ഹദി കൊടുക്കുന്ന വിഷയത്തിൽ, സമയം ചെലവഴിക്കുന്ന വിഷയത്തിൽ, ഇതിലൊക്കെ നീതി ഉണ്ടാക്കണം. നീതിയില്ല എങ്കിൽ അവിടെ പടലപ്പിണക്കങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു സഹാബി അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തിന്റെ ഒരു മകന് ഒരു അടിമയെ ഹദിയായി കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ ഒരു കാര്യത്തിന് സാക്ഷിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഇയാൾ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു, എൻ്റെ ഒരു മകന് ഒരു അടിമ ഞാൻ ഹദിയ കൊടുക്കുന്നുണ്ട്, അവന് ഒരു ഖാദിമിന് ഹദിയ കൊടുക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കൊടുക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞില്ല, ഇവന് മാത്രമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഷ്ഹദു അലസ്സൂർ, ഈ ഒരു കള്ളത്തിന് ഞാൻ എന്ത് ചെയ്യൂല, ഈ ഒരു ദുൽമിന്, അതിക്രമത്തിന്, അനീതിക്ക് ഞാൻ സാക്ഷി നിൽക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്തൊരു കാര്യം, ഭാര്യ ഭർത്താക്കന്മാർ അവർ പരസ്പരം നല്ല വിചാരം വിചാരിക്കുക, പരസ്പരം നല്ല ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ അങ്ങേയറ്റത്തെ സംശയത്തിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൽ ഒരു ആസ്വാദനവും ഉണ്ടാകൂല. നല്ലത് വിചാരിക്കുക, അവരുടെ തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അവർക്ക് ഉദ്ർ കൊടുക്കുക, അവർ നല്ല വിചാരിക്കുക. ഇത് ഭാര്യയും ഭർത്താവും പരസ്പരം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പരസ്പരം ദീനിന്റെ കാര്യത്തിൽ, ഖൈറിന്റെ കാര്യത്തിൽ സഹകരിക്കുക, തിന്മകളുടെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കാതിരിക്കുക.
ഭാര്യയും മക്കളും എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാർ ഒരിക്കലും പാടില്ല. ഭർത്താവ് എന്ത് തന്നെ ഹറാം ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും അതിനെ അനുകൂലിക്കുന്ന ഭാര്യമാർ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഖൈറിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ സഹകരിക്കണം, എന്നാൽ തിന്മകളുടെ കാര്യത്തിൽ സഹകരിക്കാൻ പാടില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെയും തഖ്വയുടെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയുടെയും ശത്രുതയുടെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല. ദീനിന്റെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ഒരു ഭർത്താവ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാണ്, ആള് ഭാര്യയെ തട്ടി വിളിച്ചു, ഭാര്യ ഉണർന്നില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? മുഖത്ത് വെള്ളം കുടയാണ്. റഹിമല്ലാഹു റജുലൻ, അങ്ങനെയുള്ള ഭർത്താവിന് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. നേരെ തിരിച്ച് ഭാര്യ എഴുന്നേറ്റ് നിസ്കരിക്കാൻ രാത്രി എഴുന്നേറ്റു, ഭർത്താവ് ഉറങ്ങാണ്, തട്ടി വിളിച്ചു, എഴുന്നേറ്റില്ല, വെള്ളം കുടഞ്ഞു. റഹിമല്ലാഹു ഇംറഅതൻ, ആ ഭാര്യയ്ക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ദീനിന്റെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കുന്ന ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ലഭിക്കാൻ ആഗ്രഹിക്കാത്ത ആരാണുണ്ടാകുക? ദീനിന്റെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള രഹസ്യങ്ങൾ അത് വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച്, അവളുടെ ശരീരത്തിൽ ഇനി എന്തെങ്കിലും ന്യൂനതകളുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ അവളുമായുള്ള രഹസ്യമായ കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പരസ്യമായി സുഹൃത്തുക്കളോടും മറ്റൊക്കെ പറഞ്ഞു നടക്കുക എന്നുള്ളത് അത് വളരെ മോശമായ കാര്യമാണ്. അതുപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ, ഭർത്താക്കന്മാർക്കിടയിൽ ഇന്ന് അധികരിച്ചു വരുന്ന വൈകൃതങ്ങളായ ലൈംഗിക ശൈലികൾ, അതൊക്കെ ശക്തമായി നമ്മൾ ഒഴിവാക്കേണ്ട, നമ്മൾ വെറുക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അത് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ ആളുകളെന്നാൽ അവൻ ഭാര്യയുമായി രഹസ്യബന്ധത്തിൽ ഏർപ്പെടുകയും അത് ജനങ്ങൾക്കിടയിൽ, അവന്റെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അത് വളരെ മോശമായ അവസ്ഥയാണ്. അതുപോലെ തന്നെ ഭാര്യയെ ശക്തമായി അടിക്കുവാനും മർദ്ദിക്കുവാനും പാടില്ല. മുറിവുണ്ടാകുന്ന രൂപത്തിൽ, അതുപോലെ തന്നെ ഒരു പ്രതികാരം ചെയ്യുന്ന രൂപത്തിൽ ഒന്നും ഭാര്യയെ മർദ്ദിക്കുവാൻ പാടില്ല. പ്രത്യേകിച്ച് അവളുടെ മുഖത്ത് അടിക്കുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, അവരുടെ ശരീരപ്രകൃതിയെ അതിനെ ആക്ഷേപിക്കുക, അതിനെ പഴിക്കുക, അതിന്റെ പേരിൽ അവളെ അപമാനിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വലാ തുഖബ്ബിഹ, അവളെ മോശമാക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവളുടെ മുഖത്തടിക്കാൻ പാടില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും ശക്തമായി ഭാര്യയെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, സംശയം പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. എല്ലാ കാര്യത്തിലും ഭാര്യ ശക്തമായി പിന്തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ആ ഭാര്യയ്ക്ക് അവരോടുള്ള താല്പര്യം കുറക്കുന്നതിൽപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ഭാര്യ, ഒരു സ്ത്രീ, അവളുടെ സ്വഭാവം എന്നാൽ ഒരു കുപ്പി ഗ്ലാസ് പോലെയാണ്, ചില്ല് പോലെയാണ്, നിലത്തിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. കൂടുതൽ അവളെ ശരിയാക്കാൻ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, സ്ത്രീകൾ അവർ വാരിയലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അത് വളഞ്ഞിട്ടാണുള്ളത്. അത് നേരെയാക്കാൻ പോയാൽ അത് പൊട്ടിപ്പോകും. അതങ്ങനെ ശരിക്കും വിട്ടാലോ അതങ്ങനെ വളവുള്ളതായി തന്നെ നല്ല നിലയിൽ നിലകൊള്ളുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യത്തിൽ നമ്മൾ ഫോഴ്സ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാൻ പോയാൽ അത് ചിലപ്പോൾ വലിയ ദോഷങ്ങളിലേക്കും വൈവാഹിക ബന്ധം അത് വിച്ഛേദിക്കുന്ന അവസ്ഥയിലേക്ക്, ത്വലാഖിലേക്കൊക്കെ എത്തും. ഇത്തരം വിഷയങ്ങൾ, ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഹറാമുകൾ അകറ്റുക. അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന, അള്ളാഹുവിനെ വെറുക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പരമാവധി അകറ്റി നിർത്തുക. ഫോട്ടോസ് പോലെ, സിനിമയും മ്യൂസിക്കും സംഗീതങ്ങളും അങ്ങനെയുള്ള ഹറാമുകൾ അത് വീട്ടിൽ നിന്ന് അകറ്റുക. വീഡിയോ ഗെയിംസ്, അതുപോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ വീട്ടിൽ പരസ്യമായി അങ്ങനെ വീട്ടിൽ നടത്തപ്പെടുക, വീട്ടിൽ അങ്ങനെ അതുണ്ടാവുക എന്നുള്ളത് തന്നെ വീടിന് അത് ബറക്കത്ത് കുറവാണ്. അതുപോലെ തന്നെ വലിയ സമാധാനത്തിലും സന്തോഷത്തിലും വലിയ തഅ്സീർ, വലിയ സ്വാധീനം അത്തരം കാര്യങ്ങൾ കൊണ്ടുണ്ടാകും. അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന, അള്ളാഹുവിന് ഉറപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മുടെ വീടുകളിൽ നമ്മൾ അടുപ്പിക്കരുത്. വീട്ടിൽ നിന്നതെല്ലാം അകറ്റി നിർത്തുക. ഇത്രയും കാര്യങ്ങളാണ്
കുടുംബജീവിതം അത് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. ഇത് കേട്ട നിങ്ങൾക്കും പറഞ്ഞ എനിക്കും ഇതിൽ നിന്ന് ഉപകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഈ പറഞ്ഞ രൂപത്തിൽ സൗഭാഗ്യകരമായ നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് അവർ വിവാഹ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ നയിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹ ജീവിതം കൊതിക്കുന്ന, അത് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നമ്മളെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ എളുപ്പമാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം അവൻ്റെ അടുക്കൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅഅലം. സല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലിഹി വഅല ആലിഹി وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.